നാഗങ്ങൾ അല്ലെങ്കിൽ കുടുംബദേവതകളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ പ്രതിവിധി ഇവിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ജനിക്കുന്നത്. എന്നിട്ട് ഇവിടെയും നമ്മൾ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അതിന്റെ സപ്ലിയും കൊണ്ട് അടുത്ത ഇതിലേക്ക് പോകും. വിശ്വസിക്കാത്തവർക്ക് പോലും ഇത് വരുന്നു. എന്തുകൊണ്ട് ഇതര മനതസ്ഥര് ചില സ്ഥലങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരുടെ ഇതിൽ എന്തുകൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവിടെ കാവുണ്ടായിട്ടാണ് 50 വർഷങ്ങൾക്ക് കാവുണ്ടായിരുന്നു വെട്ടി അത് വിജനമായിട്ട് കിടന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ തലമുറ അത് വിറ്റ് കൊടുത്ത് വേറെ മതസ്ഥ ഇതര മതി. ഇപ്പൊ ഹിന്ദുക്കളാണല്ലോ വിശ്വസിക്കുന്നത്, മറ്റുള്ളവരത് വിശ്വസിക്കുന്നില്ല. അവർക്ക് എങ്ങനെ പ്രത്യാഘാതങ്ങൾ വരും? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു കൊയിലാണ്ടിലെ പ്രശസ്തനായ ജ്യോതിഷൻ ഒരു സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം വെച്ച കാര്യം നടന്ന കാര്യമാണ്. ഈ മഞ്ഞൾ ധരിക്കുക എന്നതിന്റെ അപ്പുറത്തായിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഈ മഞ്ഞൾ ഏറ്റവും നല്ലൊരു റെമഡിയാണ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി വാങ്ങിക്കും. മഞ്ഞൾപ്പൊടി വാങ്ങിച്ചിട്ട് നമ്മൾ പോണ വഴിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി കൊടുക്കരുത്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുക. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കൊണ്ടുപോയി ആ സർപ്പക്കാവിൽ കൊടുക്കുക. പിന്നെ ഇങ്ങനെ പൊടിയായിട്ട് കൊണ്ടുപോകുന്ന തളിച്ചു കുടക്കെടുക്കും. ആ വിഗ്രഹത്തിൽ ചാർത്താനായിട്ട് അവരെടുക്കുക, സാധാരണ തിരുമേനിമാരെടുക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മുളക് പൊടിക്കുന്ന മില്ലിലായിരിക്കും പൊടിച്ചിരിക്കുന്നത്. അപ്പം കഴിയാവുന്നതും ഇങ്ങനെയുള്ള നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ കെട്ടിയത്, ഇല്ലെങ്കിൽ ഒരു കുറച്ച് 100 ഗ്രാം മഞ്ഞൾ വാങ്ങിച്ചിട്ട് മിക്സിയൊക്കെ ഉണ്ടല്ലോ, മിക്സിയിൽ പൊടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ ആയില്യം പൂജ എന്താണെന്ന് നടക്കണമെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ കുടുംബദേവതയുടെ അവിടെ, അല്ലെങ്കിൽ നമ്മൾ പോണ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പറയുക ഇത് ഞങ്ങൾ വീട്ടിൽ ശുദ്ധമായിട്ട് പൊടിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവരകത്ത് ചാർത്താനായിട്ട് എടുക്കും. അതെടുത്തിട്ട് അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ടാകും. നമ്മൾ പ്രസാദം ചാർത്തി കഴിഞ്ഞാൽ ആ മഞ്ഞളിന്റെ ആ ഒരു ഇതുണ്ടാകും. അപ്പൊ ഈ മഞ്ഞൾ കിട്ടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം പറയുന്നത്. ഈ സാധാരണ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പൊടിക്കുന്നതാണ്. അപ്പൊ നമ്മൾ തന്നെ അത് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ഓറയിലൊക്കെ ക്ലീൻ ആവും. മഞ്ഞളിന് ആ ഒരു ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ഇത് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് കൊണ്ടുപോയാൽ എഫക്റ്റ് കൂടുതലാണ്. നമ്മൾ ആ സമയങ്ങളിൽ ജപിക്കേണ്ട ഏതെങ്കിലും മന്ത്രങ്ങളോ കാര്യങ്ങളോ കീർത്തനങ്ങളോ? കാര്യം എന്താണെന്ന് അറിയാം, ഈ മന്ത്രങ്ങൾ പറഞ്ഞാൽ മന്ത്രദീക്ഷ എടുത്തിട്ട് വേണം ജപിക്കാൻ, ഇല്ലെങ്കിൽ അതിന് ഫലമില്ല. പിന്നെ പറയാവുന്ന നാഗങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ആവശ്യം പറയുക. ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ പല മന്ത്രങ്ങൾക്കും അതിൻ്റെതായ ആരോഹണ അവരോഹണ ക്രമങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ജപിച്ചില്ലെങ്കിൽ അതിൻ്റെതായ റിയാക്ഷൻസ് ഉണ്ടാവും, നമുക്ക് പറഞ്ഞ ഗുണം കിട്ടുകയില്ല. അപ്പോൾ സാധാരണ ജപിക്കാവുന്ന, എല്ലാവർക്കും ജപിക്കാവുന്ന ഒരിത് ഗായത്രി മന്ത്രമാണ്, ഇപ്പം പൂർഭോസ്വ എന്ന് പറഞ്ഞു. അതുപോലും ആരോടെങ്കിലും ദീക്ഷ എടുത്തിട്ട് ജപിക്കുക. പിന്നെ ചെയ്യാവുന്നത് നാമാവലികളാണ്, നാരായണ നാരായണ നമശിവായ ഒക്കെ ചൊല്ലാവുന്നത്. പക്ഷെ ഇത് പറയുമ്പോഴാണ് ഇന്നൊരാൾ എന്നോട് പറഞ്ഞ് തിരുനാവായ പോയത്. തിരുനാവായ പോയപ്പോൾ ഇവരുടെ കുടുംബക്ഷേത്രം കാളിക്ഷേത്രം, ഭദ്രകാളി, അവിടെ ആരോ 2 സന്യാസിമാരിപ്പുണ്ടായിരുന്നു. ഇത് ചെയ്ത് മലയാളികൾ ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഒരു കാരണവശാലും ഭദ്രകാളിനെ തൊഴരുത്, നമശിവായ ജപിക്കരുത്. ഇവരിത് കേട്ടതോടുകൂടി ട്രോമയിലേക്ക് പോയി. ഇവരുടെ കുടുംബദേവതയാണ് ഭദ്രകാളി. ഇത് ഇവരുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ദേവത ഇവർ പോകുന്നിടത്ത് കോട്ടയം ജില്ലയിലുള്ള ഒരു ദേവത, അത് ഇവരുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ആലോചിക്കരുത്. മനസ്സിലായി? പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ചിലർ പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ നടന്നു എന്ന് വരികയല്ല. നമുക്ക് ഇതിനകത്ത് സത്യത മനസ്സിലാക്കാൻ പറ്റുന്നത്, സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അതാണ്. ഇപ്പൊ പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായിട്ട് നടന്നിരുന്നു. ഡോക്ടർ ബ്രയാൻ എൽവിസ് എഴുതിയ ബുക്ക് എഴുതിയതിനു ശേഷമാണ് ഇത് കുറച്ചെങ്കിലും, അതും അമേരിക്ക കൊളംബിയ സർവകലാശാലയിലെ പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ അദ്ദേഹം എഴുതിയതിനു ശേഷം ഇതിനകത്ത് എന്തൊക്കെ സത്യങ്ങളുണ്ടെന്ന് പാശ്ചാത്യ ലോകവും മനസ്സിലാക്കി. ഭാരത പുരാണങ്ങൾ ഇത് പറയുന്നുണ്ട്, എല്ലാം പറയുന്ന കഴിഞ്ഞ ജന്മത്തിന്റെ തുടർച്ച അനുഭവങ്ങളാണ് നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഖാദറി എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അദ്ദേഹത്തിന് ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നു. കാര്യം അദ്ദേഹം ആത്മാവിനെ വിശ്വസിക്കുന്നില്ല, പുനർജന്മത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തെ വിശ്വസിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം അനുഭവങ്ങളിലൂടെ പോയ ഒരു കഥയല്ല, സംഭവം 84 നടന്ന അദ്ദേഹം ബുക്ക് എഴുതിയിട്ട് അപ്പോഴാണ് ഇതിലെന്തൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്ന് ലോകം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പലതും പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ് നമ്മൾ നടക്കുന്നത്. നാഗങ്ങളാണെങ്കിലും നാഗങ്ങൾ അല്ലെങ്കിൽ കുടുംബദേവതകളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ പ്രതിവിധി ഇവിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ജനിക്കുന്നത്.
എന്നിട്ട് ഇവിടെയും നമ്മൾ അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അതിന്റെ സപ്ലിയും കൊണ്ട് അടുത്ത ഇതിലേക്ക് പോകും. നമ്മൾ ചെയ്തു തീർക്കണം, സന്തോഷത്തോടെ ചെയ്തു തീർക്കണം. സന്തോഷത്തോടെ നമ്മൾ അത് ചെയ്തു തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഗുണഫലങ്ങളുണ്ടാവും. ഈ സർപ്പക്കാവുകളിലൊക്കെ നമുക്ക് അവിടെ ദർശനം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസം ഏതാണ് ആഴ്ചയിൽ? അങ്ങനെ സർപ്പക്കാവുകളിൽ ദർശനം നടത്താൻ പറ്റുന്ന ആയില്യമാണ് ആശ്ലേഷ നക്ഷത്രമാണ് സർപ്പങ്ങളുടെ ഇത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നക്ഷത്ര ദിവസം നടത്തുക, പ്രത്യേകിച്ച് നമ്മുടെ ജന്മനക്ഷത്ര ദിവസം നടത്തുക. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ഞായറാഴ്ചയെ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. കാര്യം ലീവ് എല്ലാം ഞായറാഴ്ച എന്നപ്പോൾ ഞായറാഴ്ച പോവുക, അതേ നടക്കുകയുള്ളൂ. പിന്നെ സാധിക്കുമെങ്കിൽ വർഷത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ, ജന്മനക്ഷത്ര ദിവസമെങ്കിലും ഈ പറഞ്ഞതേ അവിടെ ചെന്ന് ഒന്ന് വിളക്ക് കൊളുത്തുന്നത് നന്നായിരിക്കും. എന്നിട്ട് അവിടെ ഒരു 5-10 മിനിറ്റ് ചെലവഴിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുക. നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ബാബ സുരേഷിന്റെ ഒരു അഭിമുഖം കാണാനുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ നാഗദോഷം, നാഗശാപം ഇതൊക്കെ തെറ്റാണ്. അന്ന് കാവുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരണവന്മാർ, മുൻ തലമുറക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഈ കാവുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ. കാവുകൾ എപ്പോഴും നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, അവിടുത്തെ പ്രകൃതി നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, നല്ല ശുദ്ധജലത്തിനും മറ്റേ വായു കിട്ടാനൊക്കെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അവിടെ അതൊക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി ആ ഒരു പ്രത്യേക ഒരു സ്പേസിനെ കവർ ചെയ്യുന്നതിനെ, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാഗങ്ങളെ, ദൈവങ്ങളെ ആരാധിച്ചതും. അല്ലെങ്കിൽ ഈ നാഗങ്ങളെ, ഈ ക്ഷേത്ര അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ദോഷമായി മാറും എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നാഗദോഷമില്ല, സർപ്പദോഷമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറയണ്ടേ. എത്രത്തോളം അതിനകത്ത്? അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഇടയ്ക്ക് എന്നെ വിദേശത്തുനിന്ന് ഒരാൾ വിളിച്ചു. ഈ വിദേശത്തുനിന്ന് ആള് വിളിച്ചത് അദ്ദേഹം സയന്റിസ്റ്റാണ്. ഓക്കെ, ഇദ്ദേഹം വിളിച്ചതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വേറൊരു ബന്ധു വിളിച്ചിരിക്കുന്നു. അദ്ദേഹം ഡൽഹിയിലോ മറ്റോ ഉള്ളത്. അദ്ദേഹം ഒരാള് ഹിന്ദുവും അടുത്ത ആള് അന്യമതസ്ഥനും. ഇവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങൾ വന്നു. കുട്ടികൾക്ക് പ്രശ്നം വന്ന് നമ്മൾ നോക്കുന്നത് മെഡിക്കൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ ചിലത് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവർ പതുക്കെ ഇത് പല ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേക്ക് കുടുംബത്തിൽ നാഗങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, 50 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് പോയതാണ്. ഈ നാഗങ്ങളെ നോക്കുന്നില്ല, വേണ്ട വിധത്തിൽ കുടുംബത്തിലുള്ളവർ നോക്കുന്നില്ല. ഈ നാഗങ്ങളുണ്ടെന്ന് ഇവർക്കൊന്നും അറിയില്ല. ഇന്റർകാസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ആണത് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസമായിട്ട് പോയിട്ട് അവിടെ പോയി അവിടെ നിന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ആ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നു, കുട്ടികളും വളർന്നു എല്ലാമായി. ഇവിടെ സർപ്പങ്ങൾക്ക് ചെയ്യാണ്ട് വരുമ്പോൾ അവിടെ എങ്ങനെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വരും? അത് എന്ന് പറഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നവർ അവർ ഫലപ്രദമായ മരുന്ന് കൊടുത്താൽ പോലും ആ മരുന്ന് ഏക്കാത്ത അവസ്ഥ എങ്ങനെ വരും? ഇവിടെ ഒരു കാവുണ്ടായിരുന്നെടുത്ത് അവിടെ വെട്ടിത്തെളിക്കുമ്പോൾ അമേരിക്കയിലോ UK-യിലോ കാനഡയിലോ ഉള്ള 2ാമത്തെ 3ാമത്തെ തലമുറയിലുള്ളവർക്ക് പലവിധ അസ്വസ്ഥതകൾ എങ്ങനെ വരുന്നു? അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോൺ വന്ന് അല്ലെങ്കിൽ വാട്സാപ്പിൽ വന്ന് നമ്മുടെ കുടുംബത്തിലെ കാവിൻ വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു എന്ന് ആലോചിച്ച് വന്നു എന്ന് പറയും. ഇതൊന്നും അറിയാത്തവർക്ക് എങ്ങനെ വരും? അങ്ങനത്തെ വളരെയധികം കേസുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നു. കാര്യം കാവുകൾ അന്ന് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് പണ്ടത്തെ ആൾക്കാർ ചെയ്തത് തന്നെയാണ്. പക്ഷേ സംരക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓറയും നമ്മുടെ 7 ശരീരങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയും ആസ്ട്രൽ ബോഡിയും ആ അവസ്ഥയായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുണ്ടാകും, സ്ഥൂല ശരീരത്തിലുണ്ടാകും. അതായിരിക്കാം സംഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിനെ തീർച്ചയായിട്ടും ഞാൻ ആദരിക്കുന്നു. പക്ഷെ അനുഭവങ്ങൾ അതല്ല വരുന്നു. വിശ്വസിക്കാത്തവർക്ക് പോലും ഇത് വരുന്നു. എന്തുകൊണ്ട്? ഇതര മതസ്ഥര് ചില സ്ഥലങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരുടെ ഇതിൽ എന്തുകൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അവിടെ കാവുണ്ടായിട്ടാണ് 50 വർഷങ്ങൾക്ക് കാവുണ്ടായിരുന്നു വെട്ടി അത് വിജനമായിട്ട് കിടന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ തലമുറ അത് വിറ്റ് കൊടുത്ത് വേറെ മതസ്ഥ ഇതര മതി. ഇപ്പൊ ഹിന്ദുക്കളാണല്ലോ വിശ്വസിക്കുന്നത്, മറ്റുള്ളവരത് വിശ്വസിക്കുന്നില്ല. അവർക്ക് എങ്ങനെ പ്രത്യാഘാതങ്ങൾ വരുന്നു? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു കൊയിലാണ്ടിലെ പ്രശസ്തനായ ജ്യോതിഷൻ ഒരു സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം വെച്ച കാര്യം നടന്ന കാര്യമാണ്. ഇതൊന്നും അതിശയോക്തി വെച്ചല്ല. ഇത് പല പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ടല്ലോ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെന്താണെന്ന് ചെകഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ആത്മീയമായിട്ട് ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഫിസിക്കൽ ബോഡിയിൽ ഇന്ന് സംസാരിക്കുന്ന ശ്രീനിവാസപ്പയും അർജുൻ സാറും ഈ ഫിസിക്കൽ ബോഡി ഉണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് നമുക്കൊരു ആത്മതലമുണ്ട്. ആത്മതലം ഈ ശരീരത്ത് വന്നിട്ടാണ് നമ്മൾ സംസാരിക്കണം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ചെറുപ്പം തൊട്ട് കിട്ടിയ വിദ്യാഭ്യാസം ഇത് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നത് ഇത്. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസത്തിൽ പറഞ്ഞത് മാത്രമല്ല.
അല്ലാത്ത ചില അനുഭവങ്ങളിലൂടെ നമ്മൾ പോകുന്നു. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി, കുടുംബദേവത എന്ന് പറയുന്ന ശക്തിനെ ആദരിക്കേണ്ടതും ആരാധിക്കേണ്ടതുമായ അവസ്ഥ നമുക്ക് വരും. എന്തായാലും ശ്രീനിവാസ പൈ സാറുമായിട്ടുള്ള നമ്മുടെ അഭിമുഖം അടുത്ത പാർട്ടിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രേക്ഷകർക്ക്, വിശ്വാസികൾക്ക് സംബന്ധിച്ചുള്ള സർപ്പദോഷം അല്ല സർപ്പവുമായി ബന്ധപ്പെട്ടുള്ള സർപ്പക്കാവുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ സംശയങ്ങളായി ചോദിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മളത് നിവാരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്.